യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഇപ്രകാരമാണ്: ചില ഇഷ്ടങ്ങളെല്ലാം വേണ്ടെന്ന് വയ്ക്കാം. ചില ഇഷ്ടങ്ങളെല്ലാം വേണ്ടെന്ന് വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കുറേ കാര്യങ്ങൾക്ക് നമ്മൾ നോമ്പെടുത്ത് കാണും. ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നമുക്ക് ഇഷ്ടം തോന്നുന്ന പല കാര്യങ്ങളോട് നമ്മൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും അങ്ങനെ ചിലതെല്ലാം വേണ്ടെന്ന് വെക്കുമ്പോൾ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും. നമുക്ക് സ്വാഭാവികമായിട്ട് രുചികരമായ ഭക്ഷണമൊക്കെ കഴിക്കാൻ നമുക്കെല്ലാവർക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നോമ്പ് കാലഘട്ടത്തിൽ അതെല്ലാം വേണ്ടെന്ന് വെക്കുമ്പോൾ, ശരീരത്തിൽ അല്പം ത്യാഗം ചെയ്യുമ്പോൾ, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ നാളുകളിലൊക്കെ മാറ്റിവെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗം ഇത് കാണുന്നുണ്ട്, ദൈവം ഇത് കാണുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ദൃഢനിശ്ചയത്തോടു കൂടെ തന്നെ ഈ നോമ്പ് എടുക്കുക. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ നോമ്പെടുത്തിരിക്കുന്നത്, അത് പാലിക്കാനായിട്ട് പരിശ്രമിക്കുക. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണും, മോശ ഇങ്ങനെ കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജനം വിജയിക്കുന്നു. അമലേക്യർക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം വിജയിക്കുന്നത് ശരീരം കൊണ്ട് മോശ ഒരു ത്യാഗം ചെയ്യുന്നുണ്ട്, കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നോമ്പെടുക്കുമ്പോൾ അല്പം ത്യാഗം നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ട്. അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാനിയേൽ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവൻ നോമ്പെടുക്കുന്ന സമയത്ത് ഭക്ഷിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അതുകൊണ്ട് അവന് വലിയ അനുഗ്രഹം ഉണ്ടാകുന്നു. ആ ദേശത്തിൻ്റെ കെട്ടഴിയുകയാണ്, ആ ദേശത്തിന് വലിയ അനുഗ്രഹം ഉണ്ടാകുകയാണ്. പ്രിയപ്പെട്ടവരെ, രുചികരമായ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം ഉണ്ടാകും. ഗെത്സമേനയിൽ ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു, തീക്ഷ്ണതയോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവദൂതൻ ഈശോയെ സഹായിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ദൈവദൂതന്മാരുടെ പ്രത്യേകമായ സംരക്ഷണം കിട്ടും. സ്വർഗം നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ് ഈ നോമ്പ് കാലഘട്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമ്മളെടുക്കുന്ന എല്ലാ ത്യാഗത്തിനും ദൈവം ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് അഭിഷേകമാക്കി കൃപയാക്കി മാറ്റും, ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നോമ്പ് ഏറെ സ്നേഹത്തോടെ എടുക്കാം, കുറച്ചുകൂടി ത്യാഗം എടുക്കാം, പ്രാർത്ഥനയിലായിരിക്കാം, പരിഹാര മനോഭാവത്തിലായിരിക്കാം. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ ത്യാഗത്തോടെ പരിഹാര അരൂപിയിൽ ത്യാഗം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഈ നോമ്പ് അർത്ഥവത്തായി ചെലവഴിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.